ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസാണ്. കണ്ണൂരിലെ ചായക്കടയിലെ പ്രധാന ഒരു ഐറ്റമാണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം. നന്നായി കഴുകിയ ചിക്കൻ പീസിലോട്ട് മഞ്ഞളും ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് അതിനെ വേവിച്ചെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് സവാള വഴച്ചെടുക്കാം. ആദ്യമായിട്ടൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയായാൽ മതി. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ മസാല ചേർക്കാം. 1 സ്പൂൺ ചിക്കൻ മസാലയും 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനെ ഞാൻ കൈകൊണ്ട് ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. നന്നായി മൊരിഞ്ഞ് വരണം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇത് അവിടെ നിന്നാവട്ടെ. ആ സമയം കൊണ്ട് ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും തേങ്ങയും പെരിഞ്ചീരകവും സാദാ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അതിനെ നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അതിൽ നിന്ന് ഒരു ചെറിയ ഉരുളയെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് ഫില്ലിങ്സ് ചേർത്തിട്ട് 1 സ്പൂൺ മതിയാവും. 1-2 സ്പൂൺ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെയാണ്. ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് 2 കപ്പ് അരിപ്പൊടിയിൽ നിന്നൊരു 13 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ തണിയട്ടെ. ആ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം വെന്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി കൽമാസിനെ ഈ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ പാനിലിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് റെഡി ആയിട്ടുണ്ട്.
ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.